Hi everyone. Today we are going to discuss about the model question paper which is given in our syllabus itself. So syllabusൽ പറഞ്ഞിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. So in part A we are having 3 marks questions, okay, and we have to answer all the questions. Part A-യിൽ നമുക്ക് total 10 questions ആണ് ഉള്ളത്. So we have to answer all the questions and each carries 3 marks. Clear? So in the first question is write short note on processor and memory in a computer. So അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ how you can decide how to answer. Okay, so whenever you are seeing a question, then you have to calculate marks in your own mind. So in this question we have to write about processor and memory അല്ലേ. അപ്പം അത് പ്രോസസ്സറിനെ കുറിച്ചും മെമ്മറിയെ കുറിച്ചും എഴുതുമ്പോൾ 3 മാർക്സാണ്. അപ്പം then we can divide these 3 marks into processor 1.5 marks and then memory for 1.5 marks. So likewise only the scheme will be prepared. So അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോരോ ക്വസ്റ്റ്യൻസിനും യു ഹാവ് ടു ആൻസർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രോസസ്സർ എന്താണെന്നും മെമ്മറി എന്താണെന്നും ഒക്കെ അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഫോർ ഈച്ച് processor and memory should have at least 3 sentences. ഓക്കെ, സോ അപ്പോൾ പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്, മെമ്മറി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ്, ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. അറിയാലോ, കമ്പൈലേഷൻ എന്താണെന്നറിയാം, ഇൻ്റർപ്രട്ടേഷൻ എന്താണെന്നറിയാം. സോ കമ്പൈലേഷൻ മീൻസ് വിൽ ബി ട്രാൻസ്ലേറ്റിംഗ് ദ ഹോൾ പ്രോഗ്രാം, high level program into low level program, but in the case of interpretation we will be translating the program line by line. അപ്പോൾ അത് ഇനി ഇത് ഡിഫറൻസ് വരുമ്പോഴത്തേനും എന്താണ്, ഫസ്റ്റ് വൺ കമ്പൈൽഡ് ലാംഗ്വേജസ് വിൽ ബി compiling the program as a whole. ഇനി after that only errors will be reported, right? But in the case of interpreted languages, errors will be reported right at the instruction itself, right? എവിടെയാണോ നമുക്ക് ബഗ് കണ്ടുപിടിക്കുന്നത് അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടും. സോ അപ്പോൾ ഇതിന് എക്സാമ്പിൾസും കൂടി ചോദിക്കുന്നുണ്ട്. സോ കമ്പൈൽഡ് ലാംഗ്വേജസിന് എക്സാമ്പിളാണ് C++ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസിനകത്ത് വരുന്നതാണ് ജാവയും പൈത്തണും. ഓക്കെ, സോ അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് എ C program to read a natural number through keyboard and to display the reverse of the given number. For example, if 3214567 is given as input, the output to be shown is 7654123. നമുക്കറിയാം, ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് അതിൻ്റെ റിവേഴ്സ് പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു നമ്പറിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ 10 കൊണ്ടുള്ള മോഡിൽ എടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ആ ലാസ്റ്റ് ഡിജിറ്റിനെ ഒരു സമ്മ് ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം സം ഇൻറ്റു 10 പ്ലസ് ദിസ് റിമൈൻഡർ. സോ അപ്പോൾ അത് നമ്മൾ ലൂപ്പിൽ ആ നമ്പർ ഓരോ തവണയും എന്നിട്ട് ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 0 ആകുന്നത് വരെ വി ഹാവ് ടു റിപ്പീറ്റ് ദിസ് പ്രോസസ്. ഓക്കെ, സോ ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് ദ റിവേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നമ്പർ. അതാണ് അവിടെ ചെയ്യുന്നത്. Then next one is it advisable to use go-to statements in a program? Justify your answer. So go-to statement നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വേറൊരു പോർഷനിലേക്ക്, പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജസ്റ്റ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നോർമലി ഈ പ്രോഗ്രാമിനകത്ത് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ബിക്കോസ് ബാക്ക്വേർഡ് ജമ്പും ഫോർവേഡ് ജമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക്വേർഡ് ജമ്പ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർവേഡ് ജമ്പ് വരുന്ന സമയത്തോ ലേബിൾസ് ഓൾറെഡി ഡിഫൈൻഡ് അല്ലെങ്കിലോ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് അഡ്വൈസബിൾ ഇൻ ദ കേസ് ഓഫ് C program. Okay, then the fifth question is explain the different ways in which you can declare and initialize a single dimensional array. So what are the ways we can declare and initialize a single dimensional array? You have to give the different ways. Okay, then sixth one is
Write a C program to read a sentence through keyboard and to display the count of white spaces in the given sentence. So we have to read a string of text, line of text, using you can use in either scanf or getS function. Then after reading that, you have to go through each character inside that string. Then whenever it is, and you have to compare it with white space, single space. So അപ്പോൾ ആ കമ്പാരിസൺ ഈക്വൽ ആവുന്ന സമയത്ത് you have to keep a counter. Okay, move on that counter and finally we will get the total number of spaces. Then 7th question is, what are the advantages of using functions in a program? What are the advantages? Functions will provide modular programming in our programs. So and we can reuse the program codes. Okay, നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു പ്രോഗ്രാം കോഡിന് ഇപ്പം 1-2 ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് പ്രോഗ്രാമിൻ്റെ പല ഭാഗത്തായിട്ട് റീയൂസ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് ഫങ്ഷൻസ് തരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, with a simple example program, explain scope and lifetime of variables in C. So scope and lifetime of variables നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ്. അപ്പോൾ ആ ഒരു കേസിൽ ലോക്കൽ വേരിയബിൾസിൻ്റെ കേസിൽ wherever we are declaring that particular variable, the scope will be inside that block itself only. But in the case of global variables, the scope will be in the throughout the entire program. Okay, അതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. ദെൻ the next one is, write a function in C which takes the address of a single dimensional array containing a finite sequence of numbers and the number of numbers stored in the array as arguments and stores the numbers in the same array in reverse order. Use pointers to access the elements of the array. So ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അറേ പാസിംഗ് ആണ്. ഫങ്ഷനിലേക്ക് അറേനെ പോയിൻ്ററായിട്ട് പാസ് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ഓർഡറിൽ ആക്സസ് ചെയ്യുന്നതിന് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പാസിങ് അറേസ് ആസ് ആർഗ്യുമെൻറ്റ്സ് ഇൻ എ ഫംഗ്ഷൻ യൂസിങ് ആസ് പോയിൻറ്റേഴ്സ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. സോ ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ 10th വൺ ഈസ്, വിത്ത് ആൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പണിങ് എ ഫയൽ. ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നമ്മൾ കണ്ടു പല മോഡ്സ് ഉണ്ട്. റീഡ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, അപ്പൻഡ് ഉണ്ട്. ഇതിൽ തന്നെ RWA, R+W+A+. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ അപ്പോൾ പാർട്ട് എയിൽ എല്ലാം 3 മാർക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി പാർട്ട് ബിയിൽ പോകുമ്പോഴത്തേനും essay ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുകയാണ്. സോ ഫസ്റ്റ് വൺ ഈസ്, draw a flowchart to find the position of an element in a given sequence using linear searching technique. With an example, explain how the flowchart finds the position of a given element. So ഇതൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫ്ലോ ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. സോ അപ്പോൾ ഫ്ലോ ചാർട്ടിന് കുറച്ച് മാർക്ക് മാറ്റിവെക്കാം. ദെൻ എക്സ്പ്ലനേഷൻ വിൽ ബി ഹാവിങ് സം മാർക്സ്, റൈറ്റ്? സോ ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് ഫ്ലോ ചാർട്ട് വിൽ ബി ഫോർ 5 or 6 marks and the explanation will be for 5 or 4 marks. So likewise you have to plan. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീനിയർ സെർച്ചിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ആ ഒരു പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വരയ്ക്കുന്നത് നീറ്റായിട്ട് വരച്ചിരിക്കണം. ഓക്കെ, അതിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് ക്ലിയർ ആയിരിക്കണം, സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ഉണ്ടായിരിക്കണം, പിന്നെ എല്ലാ സിമ്പിൾസും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു സിമ്പിൾ പോലെ അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് പോലെ എയറിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ നിർത്തരുത്. അതൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അത് ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ. സോ യു ഹാവ് ടു അവോയ്ഡ് ദാറ്റ് ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ്. ഓക്കെ, സോ വാട്ട് എവർ യു ആർ ഡ്രോയിങ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൽ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് റൈറ്റ് എ സ്യൂഡോ കോഡ് റെപ്രസെൻറ്റിംഗ് ദി ഫ്ലോ ചാർട്ട് ഫോർ ലീനിയർ സെർച്ചിങ്. സോ ലീനിയർ സെർച്ചിങ്ങിൻ്റെ സ്യൂഡോ കോഡ് എഴുതാൻ, സ്യൂഡോ കോഡ് മീൻസ് അൽഗോരിതം ഇറ്റ്സെൽഫ്. അൽഗോരിതം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിന് 4 മാർക്ക്. അൽഗോരിതം എഴുതുമ്പോഴും അതുപോലെ തന്നെ
കറക്റ്റായിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ തന്നെ എഴുതി പോകാൻ ശ്രമിക്കുക. ദെൻ അതുപോലെ തന്നെ വെനെവർ യു ആർ ഗിവിങ് സം ബ്രാഞ്ചിങ്, ദാറ്റ് ഈസ് ഇഫ് കമ്പാരിസണോ അല്ലെങ്കിൽ ലൂപ്പിങ്ങോ ഒക്കെ വരുന്നുണ്ട് എങ്കിൽ ഇഫ് ദിസ് വൺ ഈക്വൽ ദിസ് വൺ ദെൻ ഗോ ടു ദാറ്റ് സ്റ്റെപ്പ് നമ്പർ അവിടെ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മൾ നോർമലി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോഴത്തേന് റിപ്പീറ്റ് അൺടിൽ വെച്ചിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സ് ആണെന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ട് എഴുതുക. ദെൻ അൺടിൽ ദിസ് കണ്ടീഷൻ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ കുറച്ച് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് വരേണ്ട സ്റ്റെപ്സ് എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ അൽഗോരിതം എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. Then next question is, with the help of a flow chart, explain the bubble sort operation, illustrate with an example. So നേരത്തെ നമ്മൾ ലീനിയർ സെർച്ച് ചെയ്തതുപോലെ ഇവിടെ ഫ്ലോ ചാർട്ട് ബബിൾ സോർട്ടിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബൈ യൂസിങ് ആൻ എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ആ നോട്ട്സൊക്കെ ഒന്നുകൂടി റെഫർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ആൻ അൽഗോരിതം റെപ്രസെൻറ്റിംഗ് ഫ്ലോ ചാർട്ട് ഫോർ ബബിൾ സോർട്ട്. ഇവിടെ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ലീനിയർ സെർച്ച് ആയിരുന്നു, ഇവിടെ അത് ബബിൾ സോർട്ട്. ഇത് രണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് എ C program to read an English alphabet through keyboard and display whether the given alphabet is upper case or lower case. നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടറിനെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തെടുത്തതിന് ശേഷം അത് അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. റീഡ് ചെയ്യുന്ന ക്യാരക്ടർ വിത്തിൻ ക്യാപിറ്റൽ A ആൻഡ് സ്മോൾ ലെറ്റർ Z ആണോ, ക്യാപിറ്റൽ ലെറ്റർ Z ആണോ എന്ന് ചെക്ക് ചെയ്യുക ബൈ യൂസിങ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. സോ അപ്പോൾ അതിനകത്തുള്ളതാണെങ്കിൽ അപ്പർ കേസ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലോവർ കേസ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. Then next one is explain how one can use the built-in function in C, scanf, to read values of different data types. Also explain using examples how one can use the built-in function in C, printf for text formatting. So ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനഫും പ്രിൻ്റഫും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ഡേറ്റ ടൈപ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ കൺട്രോൾ സ്ട്രക്ചേഴ്സ് വി ആർ യൂസിങ്, %d, %c, %s, %f, that you have to specify. So printf for 4 marks and scanf for 4 marks. Okay. Then next one is, with suitable example, explain various operators in C. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് 10 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വിത്ത് എക്സാമ്പിൾ കാണിക്കുക. അപ്പം ഓപ്പറേറ്റേഴ്സ് എഴുതുമ്പോൾ അത് ബൈനറി ഓപ്പറേറ്ററാണോ ടെർണറി ഓപ്പറേറ്ററാണോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനുണ്ട്, പിന്നെ ദെൻ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതി വരണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്പ്ലെയിൻ ഹൗ ക്യാരക്ടേഴ്സ് ആർ സ്റ്റോർഡ് ആൻഡ് പ്രോസസ്ഡ് ഇൻ സി. ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നമുക്ക് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാം. സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്യാരക്ടർ അറേയാണ് യൂസ് ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യാം. ദെൻ അവസാനം /0 ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് write a function in C which takes a 2-dimensional array storing a matrix of numbers and the order of the matrix, number of rows and columns as arguments, and display the sum of the elements stored in each row. സോ ഇവിടെ റോ വൈസ് സമ്മാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു മെട്രിക്സ് റീഡ് ചെയ്തിട്ട് അതിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ട് അതിനുള്ളിൽ അതിൻ്റെ റോ വൈസ് സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ. സോ അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് എ C program to check whether a given matrix is a diagonal matrix. ഡയഗണൽ മെട്രിക്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം മെട്രിക്സ് റീഡ് ചെയ്യണം, ദെൻ അതിനെ ഡയഗണൽ മെട്രിക്സ് ആണോ അല്ലയോ എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ വെച്ച് ഡിറ്റർമിൻ ചെയ്യണം, എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഞാനത് സോൾവ് ചെയ്ത് തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, without using any built-in string processing function like strlen, strcat, etc., write a program to concatenate 2 strings. നമുക്കറിയാം strlen നമ്മൾ സ്ട്രിങ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനും strcat എന്ന് പറയുന്നത് സ്ട്രിങ് കൺകാറ്റിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന
ഫങ്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യാതെ രണ്ട് സ്ട്രിങ്സിനെ എങ്ങനെയാണ് കൺകാറ്റിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാം എഴുതാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 8 മാർക്കിന്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് എ സി പ്രോഗ്രാം ടു പെർഫോം ബബിൾ സോർട്ട്. ബബിൾ സോർട്ടിൻ്റെ പ്രോഗ്രാം എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ജസ്റ്റ് പ്രോഗ്രാം മാത്രം എഴുതിയാൽ മതി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പ്രോഗ്രാം കറക്റ്റാണ് എങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൈറ്റ് എ ഫങ്ഷൻ നെയിംലി myFact in C to find the factorial of a given number. Also write another function in C, namely NCR, which accepts two positive integer parameters n and r and returns the value of the mathematical function C of nr n factorial divided by r factorial into n minus r factorial. The function NCR is expected to make use of the factorial function myFact. ഇവിടെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് myFact എന്ന് പറയുന്ന ഫംഗ്ഷനും ദെൻ NCR എന്ന് പറയുന്നൊരു ഫംഗ്ഷനും കൊടുക്കുക. NCR ഫംഗ്ഷനകത്തോട്ട് നമ്മൾ എന്നും ആറും മെയിനിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കുക. വിത്തിൻ ദ NCR ഫംഗ്ഷൻ വി ഹാവ് ടു യൂസ് ഓർ കോൾ ദ myFact ഫംഗ്ഷൻ ടു കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. അപ്പോൾ അത് യൂസ് ചെയ്ത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അത് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് റിക്കേഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ. സോ നമുക്കറിയാം റിക്കേഷൻ എന്ന് പറയുന്നത് എ ഫംഗ്ഷൻ കോൾസ് ഇറ്റ് സെൽഫ്, റൈറ്റ്. സോ ഒരു ഫംഗ്ഷൻ സ്വന്തമായിട്ട് വീണ്ടും വീണ്ടും കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട്. സോ ഫാക്ടോറിയലും ഫിബൊനാച്ചിയും നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് റിക്കേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ explain the differences between a structure and a union in C. സ്ട്രക്ചറും യൂണിയനും എന്താണെന്ന് നമുക്കറിയാം അല്ലേ. സ്ട്രക്ചർ ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ. സോ അപ്പം വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനും എന്താണ് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് യൂണിയൻ it will reserve the maximum amount of memory for which is needed for an element in an union. Okay, സോ അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം മെമ്മറി ആയിരിക്കും ഓരോ എലമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണ്, വി ക്യാൻ ആക്സസ് ഓൺലി വൺ എലമെൻറ്റ് അറ്റ് എ ടൈം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാണിച്ചിട്ട് എക്സാമ്പിൾ സഹിതം കാണിക്കണം. അപ്പോൾ ഒരു സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മെമ്മറി അലൊക്കേഷൻ എങ്ങനെ വരും, യൂണിയൻ വേരിയബിളിലാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ള ആ ഒരു ഡിഫറൻസ് കാണിച്ച് എക്സാമ്പിൾ കാണിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിക്ലെയർ എ സ്ട്രക്ചർ നെയിംലി സ്റ്റുഡൻറ്റ് ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് റോൾ നമ്പർ നെയിം മാർക്ക് ഫോർ C ഓഫ് എ സ്റ്റുഡൻറ്റ്. Then write a program in C to find the average mark obtained by the students in class for the subject programming in C using the field mark for C. Use array of structures to store the required data. സോ ഇവിടെ എന്താണ്, നമുക്ക് സ്ട്രക്ചർ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. അതിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്ന റോൾ നമ്പറും നെയിമും സിയുടെ മാർക്കുമാണ്. സോ അപ്പം ഇത് നമ്മൾ കുറേ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡേറ്റയാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഡീറ്റെയിൽസ് നമ്മൾ റീഡ് ചെയ്തെടുത്തതിന് ശേഷം ഫൈൻഡ് ദി ആവറേജ് മാർക്സ്, എല്ലാവർക്കും കിട്ടിയ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനുള്ള പ്രോഗ്രാം എഴുതുക. ഇത് നമ്മൾ ഓൾറെഡി ആവറേജ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിലും വേറെ ബാക്കി രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. നെക്സ്റ്റ് വൺ ഈസ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ റെഫറൻസ് നമുക്കറിയാം എന്താണ്, നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സായിട്ട് പാസ് ചെയ്യുന്നു. സോ അവിടെ ഫോർമൽ വേരിയബിളായിട്ട് നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നു റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ഹൗ പോയിൻറ്റേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇൻ ചേഞ്ചിങ് ദ കണ്ടൻറ്റ് ഓഫ് എ സിംഗിൾ ഡയമെൻഷനലി അറേ പാസ്ഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ് ടു എ ഫംഗ്ഷൻ ഇൻ C.
ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് പാസിങ് അറേസ് ഇൻ എ ഫങ്ഷൻ ആസ് പോയിൻ്റർ. അറേസ് നമ്മൾ ഫംഗ്ഷനിലേക്ക് പോയിൻ്ററായിട്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതൊരു എക്സാമ്പിൾ സഹിതം കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു 8 മാർക്കിന് വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ഫയൽസ് ആൻഡ് റാൻഡം ആക്സസ് ഫയൽസ്. നമ്മൾ ഓൾറെഡി കണ്ടത് തന്നെയാണ്. സീക്വൻഷ്യൽ ഫയൽസ് എന്ന് പറയുമ്പോഴത്തേനും ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് ആക്സസ് ചെയ്ത് പോകുന്നതാണ് സീക്വൻഷ്യൽ ഫയൽസ്. ദെൻ റാൻഡം ആക്സസ് ഫയൽസ് എന്ന് പറയുമ്പോഴത്തേനും വി ക്യാൻ ആക്സസ് ദ ഡേറ്റ ഫ്രം എനിവെയർ ഇൻസൈഡ് ദ ഫയൽ. ഓക്കെ, അതാണ് അതിനകത്ത് വരിക. Then next one is using the prototypes, explain the functionality provided by the following functions: rewind, fseek, ftell, fread, fwrite. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ അപ്പോൾ ഇവിടെ ടോട്ടൽ 10 മാർക്സ് ആണ്. 5 ഫങ്ഷൻസിനെ കുറിച്ച് എഴുതാനും പറയുന്നുണ്ട്. സോ ഈച്ച് ഫങ്ഷൻ വിൽ ഹാവ് 2 മാർക്സ്. ഓക്കെ, സോ ആ 2 മാർക്സ് വരുന്ന രീതിയിൽ ഈ ഫങ്ഷൻ്റെ യൂസ് എന്താണെന്നും അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആയിരിക്കും യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. സോ അപ്പോൾ അത് എക്സാം എപ്പോൾ നടക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എനിവേ നിങ്ങൾ ഈ ഒരു ഫോമാറ്റിലായിരിക്കണം പഠിച്ചിരിക്കുന്നത് അതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. ദെൻ പിന്നെന്താണ്, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. ദെൻ ഐ വിൽ ഗീവ് യുവർ റിപ്ലൈ. പിന്നെ ഏതെങ്കിലും പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറിയാൻ മേലാതെ ഉണ്ടെങ്കിൽ അത് ഞാൻ സോൾവ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ അപ്പം അതെല്ലാം കൃത്യമായിട്ട് നോക്കി പ്രീവിയസ് നോട്ട്സിനെയൊക്കെ ബേസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, സോ this much is for this time and see you in the next video. Bye, take care.